കോട്ടയം തീക്കോയിലെ നവജാത ശിശു വിൽപ്പന കേസിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ് 6 മാസത്തിനിടെ ഒരു കുട്ടിയെ സംഘം വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കൂടുതൽ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. പ്രതികളുടെ സാമ്പത്തിക ഇടപാടും പരിശോധിക്കും. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരകളെ കണ്ടെത്തിയതെന്നും സാബു മാത്യു കെ എം പറഞ്ഞു. പ്രതികളെ രണ്ടുപേർ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ ഒരു പ്രതിയും കൂടെ അറസ്റ്റ് റിമാൻഡ് റിപ്പോർട്ട് എഴുതി കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ പ്രതികളെല്ലാം ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിലേക്ക് നിലവിൽ ഒരു കേസാണ് എഫ് ഐ ആർ എടുത്തിരിക്കുന്നത്. മറ്റ് ചില ഇൻസിഡൻറ്റും കൂടെ നമ്മുടെ അന്വേഷണത്തിൽ വെളിവാകുന്നുണ്ട്. ഈ കുട്ടികളെ ഇങ്ങനെ വിറ്റു എന്നുള്ള രീതിയിലുള്ള കേസാണോ അതോ ഇതിന് സമാനമായ കേസാണോ? ഏതാ? വിൽപ്പന നടത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. കേരളത്തിൽ തന്നെയാണ് കേരളത്തിൽ തന്നെയാണ് ഇവരെ കിട്ടിയേക്കുന്ന വിവരങ്ങൾ കേരളത്തിൽ തന്നെയാണ്. അജിത് ബാബുവിന്റെ വിവരങ്ങളുമായി. അജിത്, എന്തായാലും കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം നമ്മൾ ഇപ്പോൾ കേട്ടു. എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് കേരളത്തിനുള്ളിൽ തന്നെ ഒരു കുട്ടിയെ വിൽപ്പന നടത്തിയെന്നുള്ള കണ്ടെത്തൽ അത് പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ തന്നെയാണ്. കാരണം ഈ സംഘത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തി വരികയായിരുന്നു. ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനകൾ തന്നെ ഇതിനോടകം തന്നെ പോലീസ് നടത്തിയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഈ 6 മാസത്തിനിടെ ഒരു കുട്ടിയെ ഇത്തരത്തിൽ വിൽപ്പന നടത്തിയതായി കണ്ടെത്തുന്ന പശ്ചാത്തലം ഉണ്ടായത്. അതായത് ആസാം സ്വദേശിയായിട്ടുള്ള 22-കാരിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലുണ്ടായിരിക്കുന്നു. മാത്രമല്ല ഇതിലിനി പോലീസ് കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ്. കൂടുതൽ പേർക്ക് കുട്ടികളെ വിറ്റിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം വിശദമായ പരിശോധന നടത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തിൽ പോലീസിന് നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനം പിടിയിലായ അനീന ഉൾപ്പെടെ ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളുകളാണ്. കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെടെ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നിലവിലെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. അക്കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഏതാണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ കണ്ടെത്തൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഒരു കുട്ടിയെ 6 മാസത്തിനിടയിൽ വിൽപ്പന നടത്തിയെന്ന നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നു. ഈ തരത്തിൽ ആസാം സ്വദേശിയായിട്ടുള്ള 22 വയസ്സുകാരിയായിട്ടുള്ള യുവതി കേരളത്തിൽ ഇത്തരത്തിൽ ഈ സംഘത്തിന്റെ ഇൻസ്റ്റാഗ്രാം വഴി പണം അയച്ചു കൊടുത്ത് കേരളത്തിലേക്ക് അവരെ പ്രസവത്തിന് സഹായിക്കാം, അതിന് ചെലവ് വഹിക്കാം എന്നെല്ലാം പറഞ്ഞ് എത്തിക്കുകയും അവിടെ വെച്ച് കുട്ടിയെ തരികയാണെങ്കിൽ 3 ലക്ഷം രൂപ നൽകാമെന്നുൾപ്പെടെ വാഗ്ദാനം ചെയ്യുകയും പിന്നീട് ആ പെൺകുട്ടി അവിടെ നിന്ന് പുറത്തു വന്ന് മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞ കാര്യത്തിലൂടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെളിവാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ്. കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. തീർച്ചയായും കോട്ടയം നവജാത ശിശു വിൽപ്പന കേസിലെ നിർണായക കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 6 മാസത്തിനിടെ ഒരു കുട്ടിയെ സംഘം വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അജിത് ബാബുവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.